കുടിച്ചോ അല്ലെങ്കിൽ ചെറിയ സ്നാക്സുകളോ മറ്റോ കഴിച്ചുകൊണ്ടോ ഒക്കെ കൂടിച്ചേർന്ന് പിരിയാനുള്ള ഒരു സന്തോഷത്തോടു കൂടി പിരിയാനുള്ള ഒരു അവസരം കൂടിയാണിത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. മാനേജ്മെന്റ് കമ്മിറ്റി അറിവിന്റെ ആഴക്കടലിൽ ആഴ്ന്നിറങ്ങാൻ പ്രേരിപ്പിച്ച നമ്മുടെ പ്രിയ ഗുരുക്കന്മാർ, സ്നേഹത്താൽ സൗഹൃദം സമ്മാനിച്ച എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് 2025-24 ബാച്ചിലെ ഫെയർവെൽ പ്രോഗ്രാം, അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച വിദ്യാർത്ഥികളും അതിനിടയിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച വിദ്യാർത്ഥികളും ഈ സദസ്സിലുണ്ട്. ഒരുപാട് വേദനകളും ത്യാഗങ്ങളും സഹിച്ചാണ് ഇന്നിവിടെ എത്തിയത്. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഗുരുക്കന്മാർ. നമുക്ക് ദഫ് പരിപാടിക്ക് പോകുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആദ്യമേ 10,000 രൂപ ഞങ്ങൾക്ക് എടുത്തു തന്നു. ആദ്യമായി ഞങ്ങൾ ആ സാറിനെ ആശ്വസിച്ചു. എന്നാലും സഹപാഠി എന്ന് പറയുമ്പോൾ, ഒന്നിച്ചു പഠിച്ചവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വളരെ വലുതാണ്. ജീവിതത്തിൽ ഇനിയും ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത, നമ്മളൊക്കെ എത്ര കാലം വരെ ജീവിച്ചിരുന്നോ അത്രയും കാലം ഇനിയും ജീവിക്കുന്ന കാലഘട്ടത്തിൽ തിരിച്ചു കിട്ടാനാവാത്ത ഒരു സന്ദർഭങ്ങളും നിമിഷങ്ങളും നല്ല നിമിഷങ്ങളുമാണ് ഈ 10ാം ക്ലാസ് വരെ ഉള്ള നിമിഷങ്ങളിൽ നമുക്ക് കടന്നു പോയിട്ടുള്ളത്. പക്ഷെ അത് നമ്മൾ പൂർണ്ണമായും ഒരുപക്ഷെ അതിനെക്കുറിച്ച് നമ്മൾക്ക് ഗ്രാഹ്യം ഇപ്പോഴും ഇല്ല. ഇതിനെക്കുറിച്ച് എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് കഴിഞ്ഞ 10 വർഷത്തെ പഠനം, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പഠനം ഇവിടെ ഷമീൻ സൂചിപ്പിച്ചു. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒന്നിച്ചു പഠിച്ച കുട്ടികൾ, അതല്ലെങ്കിൽ 5ാം ക്ലാസ് വരെ വന്നു ചേർന്ന് 5 മുതൽ 10 വരെ പഠിച്ച കുട്ടികൾ, അതുമല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ വന്ന് ഹൈസ്കൂളിൽ മാത്രം വന്ന് ചേർന്ന് 10ാം ക്ലാസ് വരെ 3 വർഷത്തെ പഠനം നടത്തി. ആ ബന്ധം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു വട്ടം കൂടിയ നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിത്തിൽ നല്ലൊരു പാട്ടറിയോ. ചെറുകാറ്റിന് വായിച്ചറിയാൻ ചുവരുകളിൽ കോറിയിടുന്നുണ്ടേ നമ്മുടെ കഥകൾ. പതിവായി നാം പാടണ പാട്ടിൽ തലയാട്ടിയ വാഗമരങ്ങൾ ഇനി എന്നാണ് ഇതുവഴി എന്നാവാ. ഓഹോ കാലം പോയേ, ഓഹോ കാലം പോയേ, ഓഹോ കാലം പോയേ, ഓഹോ. ചുവടുകളിൽ നമ്മെ തിരയും മിഴിയോടന ജനൽ വഴിയും പതിവുള്ളൊരു പുഞ്ചിരി തിരയും ചിരിയൂർന്നൊരു ഗോപണിയടിയിൽ കടലാ. 10ാം ക്ലാസ് പരീക്ഷ എഴുതി ഇവിടെ നിന്ന് പുറത്തു പോകുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഫെയർവെല്ലുമായി ബന്ധപ്പെട്ട ഈ കഴിഞ്ഞ 10ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും, നമ്മുടെ സ്കൂളിൽ നിന്നും എഴുതിയ മുഴുവൻ കുട്ടികൾക്കും എല്ലാ പരീക്ഷകൾക്കും നല്ല മാർക്ക് ഉണ്ടാകുകയും കൂടുതൽ A+ നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. ഏറെ ആദരവോടെയും സ്നേഹത്തോടെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയും സ്വാഗതിക്കുന്നു. ബഹുമാന്യരായ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പേഴ്സ്, ഞങ്ങളുടെ പ്രിയങ്കരനായ മെമ്പർ സാറ്, ഷബീർ സാർ, ഏറ്റവും പ്രിയപ്പെട്ട ഗുരുശ്രേഷ്ഠരെയും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെയും എല്ലാ അമ്മമാരും ഞാൻ വിചാരിക്കുന്നു. ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നുകയാണ്, ഭാഗ്യം ഞാൻ കരുതുകയാണ്. പ്രോഗ്രാമിലോട്ട് ഞങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ നന്ദിയാണ്.
പറയൂ. പിന്നെ എല്ലാ വർഷത്തെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം നിങ്ങളുടെ ഒരു സോഷ്യൽ ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾക്ക് എവിടെയൊക്കെ കഴിഞ്ഞാൽ കിട്ടുന്നതായിരുന്നു സോഷ്യലിന്റെ അന്ന്. നന്നായിട്ട് പരീക്ഷ എഴുതണം. നിങ്ങൾ ഞങ്ങളുടെ കൈകളിലാണ് നിൽക്കുന്നത്. പരീക്ഷ കഴിഞ്ഞാൽ ഫ്രീ ആവണമെന്നൊക്കെ ഞങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ കൈകളിൽ നിന്ന് വിട്ടുപോയ ശേഷമാണ് ഞങ്ങൾ പറക്കാനായിട്ട് നിങ്ങൾ ഇത്രയും നാളും പഠിപ്പിക്കുമായിരുന്നു എങ്ങനെ പറക്കണമെന്ന്. പറക്കാനായിട്ട് ഞങ്ങൾ തോന്നുന്നു വിട്ട ശേഷമാണ് ഞങ്ങളെ സോഷ്യലാണ് പഠിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തോണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷം. അവിടെ ഞാൻ പറഞ്ഞു കരയാൻ പറഞ്ഞിട്ട് പോലും കരയുന്നില്ല, ഒരു വിഷമവും ഇല്ല. എല്ലാം ഫ്രീ ആയ ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങളെല്ലാം. ഈ പറയാനുള്ളത് നമ്മള് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു ഒരുപാട് കാര്യങ്ങളൊക്കെ നല്ല സുവർണ്ണ കാലഘട്ടം കഴിഞ്ഞു. ഇനി മുന്നോട്ട് നിങ്ങൾക്ക് ഒരുപാട് ചെറുകാറ്റിന് വായിച്ചെറിയാൻ ചുവരുകളിൽ കോരിയിടുന്നുണ്ടേ നമ്മുടെ കഥകൾ. പതിവായി നാം പാടണ പാട്ടിൽ തലയാട്ടിയ വാഗ